നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പൈസ പിൻവലിക്കുമ്പോ എന്റെ വീട്ടുകാരോട് ഞാൻ ചെയ്ത 3 നിലയുള്ള വീട് എന്നുള്ള ശബ്ദം അത് പാലിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനല്ലേ? അതൊക്കെ നടക്കും മാധവേട്ടാ. ഇപ്പൊ നമുക്ക് നമ്മുടെ വന്ദന മോളുടെ കല്യാണം നടത്താം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ചായ കുടിച്ചില്ലല്ലോ? കുടിക്കാം. അമ്മ പറഞ്ഞതുപോലെ നാടറിഞ്ഞു വേണം എന്റെ മോളുടെ കല്യാണം നടത്താൻ. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട. ആശുപത്രി കിടക്കുന്ന ശങ്കരന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കഷ്ടല്ലേ? തിരക്ക് കൂട്ടാതെ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ. വന്ദനേച്ചി ആരുടെ മുന്നിലും ചിരിക്കാറില്ലല്ലോ. ഇപ്പൊ ഫോണിലൂടെ ചിരിയും കളിയും വർത്താനവും ഒക്കെയാ. മനസ്സിലായി, ഭർത്താവാകാൻ പോകുന്ന ആളുമായിട്ടാ ശൃംഗാരം. അതൊക്കെ ഞാൻ വന്നിട്ട് മതി. ഉമ്മ. ഹലോ എടി രാജീവ് സാറേ, അത് ഞാൻ വർഷയാ. കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയോ? രാജീവ് സാറേ, എന്താ മിണ്ടാത്തെ? ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? ഞാൻ രാജീവ് സാറല്ല, ദിയമോളാ. ദിയമോളെ, വർഷാന്റെ ആകെ ചമ്മിപ്പോയി. അങ്ങനെ തന്നെ വേണം. 2 പേര് സംസാരിക്കുമ്പോൾ ഫോൺ തട്ടിപ്പറിക്കാൻ പാടില്ല. സോറി മോളെ. ആന്റി എന്ത് ശിക്ഷയാ ഏറ്റുവാങ്ങേണ്ടത്? പറ. ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. മോളെ പറഞ്ഞു. വർഷ ആന്റിയെ ബെഞ്ചിൽ കയറ്റി കയ്യും കെട്ടി നിക്കാൻ പറ. എന്നിട്ട് വീഡിയോ കോളിൽ എന്നെ കാണിക്കേ. ശരി മോളെ. വർഷേ, നീ കസരിലൊന്ന് കയറുന്നേ. എന്തിന്? കേറ്. ഇനി കയ്യൊന്ന് കെട്ടിയേ. കെട്ടാൻ. മോളെ, തെറ്റ് ചെയ്തതിന്റെ കയ്യും കെട്ടി നിൽക്കുന്ന വർഷങ്കി കണ്ടോ? കണ്ടു കണ്ടു. പാവം വർഷാന്റെ ശിക്ഷിച്ചല്ലേ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിയമമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്റെ വന്ദന അമ്മ. മോളെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യാ. എന്നെ നേരം കുറേ. മോള് കിടന്നുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ചേച്ചി, മോളോട് മാത്രം ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാ മതിയോ? രാജീവ് സാറിനെ ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ? അല്ലെങ്കിലേ ചേച്ചി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് രാജീവ് സാർ കരുതും. ഞാനിപ്പോ കളിതമാശ പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല. എന്റെ വിവാഹം നടത്താനുള്ള പണം ഉണ്ടാക്കാൻ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ബദ്ധപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ എനിക്കാവുന്നില്ലല്ലോ എന്നുള്ള ആദിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.